നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. പുലിയിറങ്ങി ഭീതി പരത്തിയതോടെ തോട്ടങ്ങളിൽ അലഞ്ഞു നടക്കുന്ന പശുക്കൾ കൂട്ടത്തോടെ ഇഞ്ചക്കുണ്ട് പ്രദേശത്ത് ചേക്കേറിയത് കർഷകർക്ക് ദുരിതമാകുന്നു. ചാലക്കുടി റോട്ടറി ക്ലബ്ബ് പാർപ്പിടം പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാസയോഗ്യമാക്കിയ 6 വീടുകളുടെ താക്കോൽ സമർപ്പണം ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള നിർവഹിച്ചു. കൊടകര പാറേക്കാട്ടുകര സെന്റ് മേരീസ് ദേവാലയത്തിലെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഊട്ടുതിരുനാൾ ഭക്തി സാന്ദ്രമായി ആഘോഷിച്ചു. കാനഡയിൽ കൊല്ലപ്പെട്ട ചാലക്കുടി സ്വദേശിനി ഡോണ സാജന്റെ മൃതദേഹം നാട്ടിലെത്തിച്ച് സംസ്കരിച്ചു. വാർത്തകൾ വിശദമായി. പാലപ്പിള്ളി മേഖലയിൽ പുലിയിറങ്ങി ഭീതി പരത്തിയതോടെ തോട്ടങ്ങളിൽ അലഞ്ഞു നടക്കുന്ന പശുക്കൾ കൂട്ടത്തോടെ ഇഞ്ചക്കുണ്ട് പ്രദേശത്ത് ചേക്കേറിയത് കർഷകർക്ക് ദുരിതമാകുന്നു. 50-ലേറെ പശുക്കളാണ് ജനവാസ മേഖലയിൽ എത്തിയത്. പ്രദേശത്തെ പറമ്പുകളിൽ കൂട്ടത്തോടെ എത്തി പശുക്കൾ കൃഷി നശിപ്പിക്കുകയാണെന്ന് കർഷകർ പറയുന്നു. വാഴയും പച്ചക്കറിയും ഒന്നാകെ നശിപ്പിക്കുന്ന അവസ്ഥയായതോടെ കർഷകർ ഇവയെ തുരത്താൻ പാടുപെടുകയാണ്. 2 ആഴ്ച മുൻപാണ് പശുക്കൾ ഇഞ്ചക്കുണ്ട് പ്രദേശത്ത് എത്തിയത്. 3 കിലോമീറ്റർ മാറിയുള്ള മുപ്പിളി എസ്റ്റേറ്റുകളിൽ അലഞ്ഞു നടന്ന പശുക്കളാണ് ഇവിടെ എത്തിയതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. പാലപ്പിള്ളി കാരികുളം മേഖലയിൽ കഴിഞ്ഞ ആഴ്ചകളിൽ പുലിയിറങ്ങി പശുക്കളെ കൊന്നിരുന്നു. പുലിയുടെ ആക്രമണം പതിവായതോടെയാകാം പശുക്കൾ കൂട്ടമായി സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് എത്തിയതിന് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. കാർഷിക മേഖലയായ ഇഞ്ചക്കുണ്ടിൽ തോട്ടപ്പശുക്കൾ ഇറങ്ങി കൃഷി നശിപ്പിച്ചതോടെ ഏറെ നഷ്ടമാണ് കർഷകർ നേരിടുന്നത്. കാടിറങ്ങിയ പശുക്കളെ പിടികൂടാൻ പുലി എത്തുമോയെന്ന ആശങ്കയും നാട്ടുകാർക്കുണ്ട്. അധികൃതർ ഇടപെട്ട് പശുക്കളെ തിരികെ വനമേഖലയിലേക്ക് കയറ്റിവിടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ചാലക്കുടി റോട്ടറി ക്ലബ്ബ് പാർപ്പിടം പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാസയോഗ്യമാക്കിയ 6 വീടുകളുടെ താക്കോൽ സമർപ്പണം ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള നിർവഹിച്ചു. പരിയാരം, അതിരപ്പള്ളി പഞ്ചായത്തുകളിലായാണ് വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കിയത്. 4 വീടുകൾ കൂടി പദ്ധതിയുടെ ഭാഗമായി വാസയോഗ്യമാക്കി നൽകും. മോതിരക്കണ്ണിയിൽ മേപ്പുറത്ത് പറമ്പിൽ കൃഷ്ണപ്രസാദ്, തോട്ടിയാൻ ജിത്തു, അതിരപ്പള്ളിയിൽ കാച്ചപ്പള്ളി വർഗീസ് ഭാര്യ ലിസി, പരിയാരത്ത് വലിയ പറമ്പിൽ വാസു ഭാര്യ പാർവതി, കുരിശിങ്കൽ തോമസ്, നെല്ലിശ്ശേരി ശ്രീവിഷ്ണു എന്നിവരുടെ വീടുകളാണ് കൊച്ചൌസേപ്പ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ വാസയോഗ്യമാക്കി നൽകിയത്. അന്നനാട് യൂണിയൻ ഹൈസ്കൂളിന് റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ സ്മാർട്ട് ക്ലാസ് റൂം സജ്ജമാക്കി നൽകാനുള്ള സമ്മതപത്രം സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി പ്രസിഡന്റ് ജയൻ ജോസഫ് പട്ടത്ത്, മാനേജർ CA ഷാജി ചിറപ്പണത്ത്, ഹെഡ്മിസ്ട്രസ് MP മാലിനി, അധ്യാപക പ്രതിനിധി ജിബി വി പെരേപ്പാടൻ, PTA പ്രസിഡന്റ് KV സുധീഷ് എന്നിവർക്ക് ഗവർണർ കൈമാറി. മുതിർന്ന റോട്ടറി അംഗം N കുമാരനെ ഗവർണർ ആദരിച്ചു. പരിയാരം പഞ്ചായത്തിലെ ആശാ വർക്കർമാരെ സനീഷ് കുമാർ ജോസഫ് MLA ആദരിച്ചു. പ്രസിഡന്റ് ജോൺ തെക്കേക്കര അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മായ ശിവദാസൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ജനീഷ് P ജോസ്, പ്രോഗ്രാം ചെയർമാൻ രമേഷ് കുമാർ കുഴിക്കാട്ടിൽ, റോട്ടറി ക്ലബ്ബ് സെക്രട്ടറി ലെനിൻ ചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. അവിടെ സമർപ്പണം എന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഈ സമർപ്പണത്തിന് പകരം തക്കോൽ ദാനം നടത്തുമ്പോൾ അവിടെ വാങ്ങുന്ന ആളും കൊടുക്കുന്ന ആള് കേവലമാവുകയും വാങ്ങുന്ന ആള് ഒരു യാചകന്റെ രീതിയിലേക്ക് മാറുകയുമാണ് ചെയ്യുന്നത്. അങ്ങനെയല്ല, നമ്മുടെ കൊടുക്കുന്നതെല്ലാം ഏറ്റവും മഹത്തായ. കൊടകര പാറേക്കാട്ടുകര സെന്റ് മേരീസ് ദേവാലയത്തിലെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഊട്ടുതിരുനാൾ ഭക്തി സാന്ദ്രമായി ആഘോഷിച്ചു. ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ വിനിൽ കുരിശുതറ CMF കാർമ്മികത്വം വഹിച്ചു. ഫാദർ ആന്റണി ഫോട്ടോക്കാരൻ തിരുനാൾ സന്ദേശം നൽകി. തുടർന്ന് തിരുനാൾ പ്രദക്ഷിണവും ഊട്ടുനേർച്ച വിതരണവും ഉണ്ടായിരുന്നു. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. പ്ലാസ്റ്റിക് മാലിന്യത്തിനെതിരെ ബോധവൽക്കരണം നടത്തുന്ന R പത്മജന് തൃശൂർ ജില്ലയിൽ സ്വീകരണം നൽകി. ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ പൊന്നാട അണിയിച്ചു. ജില്ലാ ശുചിത്വ മിഷനിൽ നടന്ന സ്വീകരണത്തിൽ ജില്ലാ കോർഡിനേറ്റർ KK മനോജ് ഉപഹാരം നൽകി. കൊട്ടിയം റോട്ടറി ക്ലബിന്റെയും കൊല്ലം ജില്ലാ ശുചിത്വ മിഷന്റെയും നേതൃത്വത്തിലാണ് ബോധവൽക്കരണ യാത്ര.
ജില്ലാ ശുചിത്വ മിഷൻ പ്രോഗ്രാം ഓഫീസർ രജിനേഷ് രാജൻ, അസിസ്റ്റന്റ് കോർഡിനേറ്റർ മുർഷീദ് എം, ടെക്നിക്കൽ കൺസൾട്ടന്റ് അഖിൽ എ, DEO തുളസി KA, അക്കൗണ്ടന്റ് പത്മജ A മേനോൻ എന്നിവർ പങ്കെടുത്തു. ചാലക്കുടി പുഴയിൽ കുളിക്കാനിറങ്ങിയ കൊടകര സ്വദേശിയായ വിദ്യാർത്ഥിയും ബന്ധുവായ യുവതിയും മുങ്ങിമരിച്ചു. കൊടകര വെന്മനാട്ട് വിനോദിന്റെ മകൾ 13 വയസ്സുള്ള ജ്വാല ലക്ഷ്മി, ബന്ധുവായ 27 വയസ്സുള്ള മേഘ എന്നിവരാണ് മരിച്ചത്. വടക്കൻ പറവൂർ കോഴിത്തുരുത്ത് മണൽബണ്ടിനു സമീപം ഞായറാഴ്ച കാലത്തായിരുന്നു അപകടം. മരിച്ച 2 പേർ ഉൾപ്പെടെ 5 പേരാണ് കുളിക്കാനിറങ്ങിയത്. ഇതിൽ 3 പേരാണ് അപകടത്തിൽപ്പെട്ടത്. ഇവരെ നാട്ടുകാർ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ഗുരുതരാവസ്ഥയിലായിരുന്ന ഇരുവരും മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ബിൻജയാണ് ജ്വാലലക്ഷ്മിയുടെ മാതാവ്. ജാൻകി ലക്ഷ്മി സഹോദരിയാണ്. ചട്ടമ്പിസ്വാമിക്കും മന്നത്ത് പത്മനാഭനും കേരളം അർഹമായ അംഗീകാരം നൽകിയില്ലെന്ന് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള അഭിപ്രായപ്പെട്ടു. നായർ സർവീസ് സൊസൈറ്റി ടൗൺ കരയോഗത്തിന്റെ 1 വർഷം നീളുന്ന സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. നിഷേധാത്മകതയാണ് ആകർഷകമായ വാർത്തയെന്ന രീതിയിൽ കേരളത്തിൽ ഒരു മാറ്റം പ്രകടമാണെന്ന് ഗവർണർ പറഞ്ഞു. ആദ്യകാലത്ത് നമ്മുടെ നാട്ടിൽ സർഗാത്മകതയ്ക്കാണ് സ്വീകാര്യത ഉണ്ടായിരുന്നത്. NSSന്റെ ഡയറക്ടർ ബോർഡിൽ ഈഴവ പ്രതിനിധിയെയും SNDPയുടെ സംസ്ഥാന സമിതിയിൽ നായർ പ്രതിനിധിയെയും നോമിനേറ്റ് ചെയ്തിരുന്ന കാലഘട്ടമുണ്ടായിരുന്നു. NSS ഭാരവാഹികൾ സ്ഥാനമേൽക്കുന്നത് സമുദായത്തിനു വേണ്ടി പ്രവർത്തിക്കാമെന്നതിനൊപ്പം അന്യ സമുദായങ്ങൾക്ക് ദോഷം വരുത്തില്ലെന്ന പ്രതിജ്ഞ കൂടി എടുത്താണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. സനീഷ് കുമാർ ജോസഫ് MLA മുഖ്യപ്രഭാഷണം നടത്തി. മുതിർന്ന കരയോഗം അംഗങ്ങളായ K ഗുണശേഖരൻ, PD നാരായണൻ എന്നിവരെ ആദരിച്ചു. കരയോഗം പ്രസിഡന്റ് I സദാനന്ദൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ അധ്യക്ഷൻ AB ജോർജ്, നഗരസഭാ പ്രതിപക്ഷ നേതാവ് CS സുരേഷ്, റബ്ബർ ബോർഡ് വൈസ് ചെയർമാൻ KA ഉണ്ണികൃഷ്ണൻ, താലൂക്ക് യൂണിയൻ സെക്രട്ടറി S കൃഷ്ണകുമാർ, നഗരസഭാ കൌൺസിലർമാരായ C ശ്രീദേവി, ബിന്ദു ശശികുമാർ, സെക്രട്ടറി KB മുരളീധരൻ, യോഗക്ഷേമ ഉപസഭാ പ്രസിഡന്റ് പ്രസാദ് മൂർക്കന്നൂർ, പുഷ്പക സേവ സമാജം സംസ്ഥാന സെക്രട്ടറി TP വിജയൻ, വിശ്വകർമ്മ സഭാ പ്രതിനിധി TN ഗോപി, KS വിജയകുമാർ എന്നിവർ പ്രസംഗിച്ചു. ഈ പ്രദേശത്തെ പ്രവർത്തനം തുടങ്ങി അതിൻ്റെ ഗോൾഡൻ ജൂബിലി ആഘോഷം, സുവർണ്ണ ജൂബിലി ആഘോഷം നടക്കുകയാണ്. പങ്കെടുക്കാൻ സാധിച്ചതിൽ അതീവ ചാരിതാർത്ഥ്യമുണ്ട്. കാരണം സമുദായാചാര്യൻ മന്നത്ത് പത്മനാഭത്തെയും അതുപോലെ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മാനബന്ധുക്കളുടെ ഒരാളായ ചട്ടമ്പിസ്വാമി തിരുമുടികളുടെയും പാതാരബന്ധങ്ങളിൽ പുഷ്പാർച്ചന നടത്തി ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ കാനഡയിൽ കൊല്ലപ്പെട്ട ചാലക്കുടി സ്വദേശിനി ഡോണ സാജന്റെ മൃതദേഹം നാട്ടിലെത്തിച്ച് സംസ്കരിച്ചു. ചാലക്കുടിയിലെ വീട്ടിലെ പൊതുദർശനത്തിനു ശേഷം സെന്റ് മേരീസ് ഫൊറോന പള്ളിയിലെ സെമിത്തേരിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. പ്രതിയെന്ന് സംശയിക്കുന്ന ഡോണയുടെ ഭർത്താവ് ലാൽ K പൗലോസ് ഇപ്പോഴും ഒളിവിലാണ്. കഴിഞ്ഞ ദിവസം നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എത്തിച്ച ഡോണയുടെ മൃതദേഹം രാത്രിയോടെ ചാലക്കുടിയിൽ എത്തിച്ചു. തുടർന്ന് രാവിലെ പാലസ് റോഡിലെ ഡോണയുടെ വീട്ടിൽ പൊതുദർശനത്തിന് ശേഷം 11 മണിയോടെ സെന്റ് മേരീസ് ഫൊറോന പള്ളിയിലെ സെമിത്തേരിയിൽ സംസ്കരിച്ചു. മകളെ അവസാനമായി ഒരു നോക്ക് കാണാനുള്ള കാത്തിരിപ്പിലായിരുന്നു മാതാപിതാക്കളായ പടിക്കല സാജനും ഫ്ലോറയും. ഇക്കഴിഞ്ഞ മെയ് 6-ാം തീയതിയാണ് ഡോണ കാനഡയിൽ വീട്ടിൽ വെച്ച് കൊല്ലപ്പെടുന്നത്. കാനഡയിലെ പൂട്ടിക്കിടന്ന വീട് കുത്തി തുറന്നാണ് കനഡിയൻ പോലീസ് മൃതദേഹം പുറത്തെടുത്തത്. ഇതിനിടെ ഭർത്താവ് ലാൽ K പൗലോസിനെ കാണാനില്ലായിരുന്നു. സംഭവത്തിൽ ദുരൂഹത തോന്നിയ കനഡിയൻ പോലീസ് ലാലിനായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച് അന്വേഷണം ആരംഭിച്ചിരുന്നു. തുടർന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൊലപാതകമാണെന്ന് തെളിഞ്ഞു. ഡോണയെ കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ലാൽ K പൗലോസ് മുങ്ങിയതാകാം എന്നാണ് കനേഡിയൻ പോലീസിന്റെ നിഗമനം. ലാൽ ഇന്ത്യയിലേക്ക് കടന്നതായും ഡൽഹി എയർപോർട്ടിൽ ഇയാൾ എത്തിയതായും കനേഡിയൻ പോലീസിന് വിവരം ലഭിച്ചു. സംഭവത്തിൽ ഡോണയുടെ ബന്ധുക്കൾ മുഖ്യമന്ത്രിക്കും DGPക്കും തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകിയിരുന്നു. എന്നാൽ പിന്നീട് ലാലിനെ കണ്ടെത്താനായിട്ടില്ല. ഇയാൾക്കായുള്ള അന്വേഷണം ഊർജിതമായി തുടരുകയാണ്. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6640 രൂപ, പവന് 53,120 രൂപ.
മുഖശോഭയിൽ നിൻമുഖം മാത്രം, നിൻമുഖം മാത്രം. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുലിയിറങ്ങി ഭീതി പരത്തിയതോടെ തോട്ടങ്ങളിൽ അലഞ്ഞു നടക്കുന്ന പശുക്കൾ കൂട്ടത്തോടെ ഇഞ്ചക്കുണ്ട് പ്രദേശത്ത് ചേക്കേറിയത് കർഷകർക്ക് ദുരിതമാകുന്നു. ചാലക്കുടി റോട്ടറി ക്ലബ്ബ് പാർപ്പിടം പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാസയോഗ്യമാക്കിയ 6 വീടുകളുടെ താക്കോൽ സമർപ്പണം ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള നിർവഹിച്ചു. കൊടകര പാറേക്കാട്ടുകര സെന്റ് മേരീസ് ദേവാലയത്തിലെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഊട്ടുതിരുനാൾ ഭക്തി സാന്ദ്രമായി ആഘോഷിച്ചു. കാനഡയിൽ കൊല്ലപ്പെട്ട ചാലക്കുടി സ്വദേശിനി ഡോണ സാജന്റെ മൃതദേഹം നാട്ടിലെത്തിച്ച് സംസ്കരിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.